നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത് ദ സെക്കൻഡ് മാൻ ആൻഡ് ദ ഫസ്റ്റ് വുമൻ ഇൻ സ്പേസ് ആണ്. സ്പേസിൽ പോയ രണ്ടാമത്തെ മനുഷ്യനും ആദ്യത്തെ സ്ത്രീയുമാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ആദ്യത്തെ പുരുഷൻ ആരാണെന്ന്. അതാണ് അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കാൻ കഴിയുന്നവർ വായിക്കുക. ഇത് അപ്പോളോ 11 ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന് ശേഷം 3 സഞ്ചാരികളും പസഫിക് ഓഷ്യനിലേക്ക് വന്ന് വീഴുന്ന ലാൻഡ് ചെയ്യുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ചിത്രം നിങ്ങൾക്കറിയാം ചുട്ടുപഴുത്താണ് വരുന്നത്. അന്തരീക്ഷത്തിലെ തന്മാത്രകളുമായി ഇങ്ങനെ ഉരസി ചുട്ടുപഴുത്ത് ആയിരക്കണക്കിന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ സാധനം താഴോട്ട് വീഴുന്നത്. എന്നിട്ട് സമുദ്രത്തിൽ വരുന്നു. എന്നിട്ട് അവരെ ഒരു ട്യൂബിലേക്ക് കയറ്റുന്നു. ഒരു ക്വാറന്റൈൻ ട്യൂബാണ്. എന്നിട്ട് ട്യൂബിൽ നിന്ന് കേട്ടിട്ട് വേറൊരു ബോക്സിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹോം ക്വാറന്റൈൻ നടത്തുന്നു. അങ്ങനെയാണ്. ഇത് നിക്സണാണ് ഈ ബഹിരാകാശ സഞ്ചാരികളെ കാണുന്നതാണ്. പക്ഷേ ഇവരെ കൂട്ടിനകത്താണ്. കാരണം ചന്ദ്രൻ ആദ്യമായിട്ടാണ് ചന്ദ്രനിൽ ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ അല്ലെ 2 പേര് ഇറങ്ങുന്നത്. ഈ മനുഷ്യർ അവിടെ എന്തെങ്കിലും പാത്തജൻസ് ഉണ്ടാകുമോ അല്ലെ എന്തെങ്കിലും വൈറസോ, ഒരുപക്ഷെ ചന്ദ്രനിലെ ജീവിതം തന്നെ തുടച്ചു നീക്കി എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കുമോ, അതും വഹിച്ചുകൊണ്ടായിരിക്കുമോ ഇവർ വരുന്നത് എന്നുള്ള ഒരു സന്ദേഹം കാരണം ആഴ്ചകളോളം ഇവരെ ക്വാറന്റീനിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പുറത്തു വന്നത്. പ്രകടനങ്ങളും അഭിനന്ദന സമ്മേളനങ്ങളും ഒക്കെ നടത്തിയത്. അപ്പം ഈ നാസയിലെ സയന്റിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി വിൽ വാച്ച് സൈലന്റ്ലി ദം ഡൈയിങ്. അവർ മരിക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും, അത്രേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പം അത്ര കരുതലോടുകൂടിയാണ് ഒരു സ്പേസിന് അല്ലെങ്കിൽ ഒരു മറ്റൊരു ഗ്രഹത്തിലൊക്കെ പോയിട്ട് വരുന്ന മനുഷ്യരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക മതസാഹിത്യത്തിലെ ഒരു വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ബുറാഖ്, ഇസ്ര, മിറാജ്. ഇസ്ര എന്ന് പറയുന്നത് 619, അതായത് AD 619 മുഹമ്മദ് ഇപ്പോഴത്തെ മക്ക നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോഴത്തെ ജെറൂസലേം നിൽക്കുന്ന സ്ഥലത്തേക്ക്, ഈ 2 ജോഗ്രഫിക്കൽ റീജിയനിലേക്ക്, ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്ക് ഒരു രാത്രിയിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ജേണിയാണ്. ആ ജേർണിയിൽ പുള്ളിയെ സഹായിച്ച മിത്തിക്കൽ മൃഗത്തിൻ്റെ പേരാണ് ബുറാഖ്. ബുറാഖ് എന്ന് പറയുന്നത് മ്യൂളിനേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതും, കോവർ കഴുതയേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതും എന്നാണ് പറയുന്നത്. ഈ സംഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ 14 നൂറ്റാണ്ടായിട്ട് പലതരം വ്യാഖ്യാനങ്ങളും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും വിവരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.